ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തിനാണ് ആർഗ്യുമെൻ്റ് ഉണ്ടാവണേ എന്നുള്ളതാണ് എൻ്റെ കാർഡിയൽ ക്വസ്റ്റ്യൻ. എന്താണ് എൻ്റെ സബ്ജക്റ്റ്? ഉദാഹരണത്തിന് ബിസിനസ്സിൻ്റെ നടത്തിപ്പ്, ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ ഇന്നോവേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനെപ്പറ്റി ആർഗ്യുമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ബെസ്റ്റ്. ഫാമിലി ബിസിനസ്സിൽ കോൺഫ്ലിക്ട്സിനെയും ആർഗ്യുമെൻസിനെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഫാമിലി ബിസിനസ്സിൽ അല്ല, ഏത് ബിസിനസ്സിലും അല്ലെങ്കിൽ ഒരു യൂണിയൻ ഓഫ് ആൾക്കാർ കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തുക എടുക്കണേ. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അത് വെച്ചിട്ട് കോൺഫ്ലിക്ട്സ്, അതനുസരിച്ചിട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. കാരണം അതാണ് അതിൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഒരു ലക്ഷണമാണ്, ഹെൽത്തി ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് വരുന്നത്. കാരണം ഇവർക്കൊക്കെ ഇതിലോട് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ ആർഗ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് കൂടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തിനാണ് ആർഗ്യുമെൻ്റ് ഉണ്ടാവണേ എന്നുള്ളതാണ് എൻ്റെ കാർഡിയൽ ക്വസ്റ്റ്യൻ. എന്താണ് എൻ്റെ സബ്ജക്റ്റ്? ഉദാഹരണത്തിന് ബിസിനസ്സിൻ്റെ നടത്തിപ്പ്, ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ ഇന്നോവേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനെപ്പറ്റി ആർഗ്യുമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ബെസ്റ്റ്. നോ, നത്തിങ് ടു വറി, വെരി ഹെൽത്തി. അതേസമയത്ത് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിന്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിന്, ഓരോരുത്തരുടെ ഫെസിലിറ്റീസ് കൂട്ടണതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ആർഗ്യുമെൻ്റെങ്കിൽ ഗോൺ. ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ മെക്കാനിസംസ് തന്നെ അത് ഉണ്ടാവണം. ഇത് ഏത് സ്റ്റേജിലാണ് ഉണ്ടാവണേ എന്നുള്ളതാണ് പ്രശ്നം. അതായത് ശരിയായിട്ടൊരു ഗവേൺസ് സിസ്റ്റം ഉണ്ടായ സ്ഥലത്ത് മറ്റതിനെല്ലാം ഓൾറെഡി സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കോ വെൽത്തിനോ, ഇതിനെല്ലാം വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ പ്രോഫിറ്റിൻ്റെ ഷെയറിങ്ങിനോ ഫെസിലിറ്റീസിൻ്റെ കൂടണോ, ഇതിനെല്ലാം ഒരു റൂളുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനകത്ത് അവിടെ ആർഗ്യുമെൻ്റ് വരില്ല. ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ വരുന്ന ആർഗ്യുമെൻ്റ് അത് ആ ബിസിനസ് ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. നമ്മൾ ഗ്രോ ചെയ്യുന്നിടത്തോളം കാലം ചലഞ്ചസ് നമ്മൾ തന്നെ ഉണ്ടാക്കി അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഇതാണ് അതിൻ്റെ ഒരു ഡിമാർക്കേഷൻ. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ പ്രശ്നങ്ങളിലാണ് അത് ചെയ്യണമെങ്കിൽ അത് സോർട്ട് ചെയ്യാനുള്ള ഇഷ്യൂ എന്നേക്കുമായിട്ട് അന്നേരത്തെ തീർക്കാനല്ലാണ്ട് അത് ലോങ് ടൈമിലേക്ക് സോർട്ട് ചെയ്യാനുള്ളൊരു ഇഷ്യൂ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കണം. either through the family council or through the professional, outside professional involvement, or through board member, whatever may be. Find out a proper forum for which this has to be addressed on a long run. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും അത് അഡ്രസ്സ് ചെയ്യേണ്ടത്.